പറവൂർ നിയോജകമണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുനർജനി പദ്ധതിയെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും CPMൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുകയാണ്. അതിനെക്കുറിച്ച് കേസെടുക്കണം എന്നുള്ളൊരു പരാതി കൂടി വിജിലൻസിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ എന്താണ് പറവൂർ നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന പുനർജനി പദ്ധതിയെന്ന് ഈ പറവൂർ നിയോജകമണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ കൂടി അറിയിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. 2018 മഹാപ്രളയത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടായത് എൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. 2000-ലധികം വീടുകളാണ് പൂർണ്ണമായി തകർന്നു പോയത്. 25,000-ലധികം വീടുകൾ ഭാഗികമായി തകർന്നു. 70,000-ലധികം വീടുകളിൽ വെള്ളം കയറി. ആ വീടുകളിലുള്ള സർവ്വതും അവർക്ക് നഷ്ടപ്പെട്ടു. 2,000-ലധികം കടകളിൽ വെള്ളം കയറി. ആ കടകൾ പൂർണ്ണമായി തകർന്നു. എല്ലാവരുടെയും ഉപജീവന മാർഗങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ദുരിതപൂർണമായ ഒരവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ 4 ദിവസക്കാലമാണ് പൂർണ്ണമായി വെള്ളം നിറഞ്ഞു നിന്നത്. 1-ാം നില മുഴുവൻ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. വീടുകൾ പലതും മൂടിപ്പോകുന്നൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ ആദ്യം നേതൃത്വം കൊടുത്തത് രക്ഷാപ്രവർത്തനത്തിനാണ്. രണ്ടാമത് ചെയ്തത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ്. ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാരിൽ നിന്നും ഒരു ചാക്ക് അരി ഈ പറവൂരിലേക്ക് വരുന്നത്. 1,35,000 പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. അതിൽ 80,000-ഓളം പേർ ഈ നിയോജകമണ്ഡലത്തിനകത്തും ബാക്കിയുള്ള ആളുകൾ നിയോജകമണ്ഡലത്തിന് പുറത്തുമായിരുന്നു. അപ്പോൾ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം സജീവമായി നിന്ന് സഹായിച്ചു. പക്ഷേ ഈ ഭക്ഷണ സാധനങ്ങൾ ധാരാളമായി ഈ ക്യാമ്പുകളിലേക്കെല്ലാം കൊടുക്കാൻ വേണ്ടി വന്നു. അതെല്ലാം ഞങ്ങൾ ഈ പ്രവർത്തകരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കടമായി വാങ്ങിച്ചും അല്ലാതെ സംഭരിച്ചും സൗജന്യമായി കിട്ടിയത് ഇവിടെ എത്തിക്കാൻ പോലും പാടായിരുന്നു. കാരണം അത് ഒറ്റപ്പെട്ടു പോയി നമ്മുടെ പ്രദേശം. അവിടെ എല്ലാം ഞങ്ങൾ എത്തിച്ചു. അതിനുശേഷം ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ തിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വീട് ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽ വേണമായിരുന്നു. കാരണം ഇത്രയും ആളുകളെ നമുക്ക് ക്യാമ്പിൽ താമസിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ആ വീട് ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽ പോലും സർക്കാരിൽ നിന്ന് ഒരാഴ്ച വൈകുമെന്നാണ് അറിയിച്ചത്. ഞങ്ങൾ പൂനെയിൽ നിന്ന് ആ ഹെലികോപ്റ്റർ മാർഗം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് എല്ലാ പഞ്ചായത്തുകളിലേക്കും അത് വിതരണം നടത്തി ക്യാമ്പുകൾ പിരിച്ചുവിട്ട് വീടുകളിലേക്ക് ആളുകൾ പോയത്. ആ വീടുകളിൽ ആളുകൾ എത്തിയപ്പോൾ 70,000-ലധികം വീടുകളിലാണ് വെള്ളം കയറിയതെന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ 70,000-ലധികം വീടുകളിലും ഈ പുനർജനിയുടെ ഭാഗമായി ഞങ്ങൾ 5 കിലോ അരി വീതം എത്തിച്ചു. പാവപ്പെട്ട വീടുകളിൽ കൂടുതൽ സാധനങ്ങൾ, പയറ്, ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത സ്ഥലങ്ങളിൽ ഉടുക്കാൻ വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വോളണ്ടിയർമാർ എത്തിച്ചു. അപ്പോഴാണ് നമുക്ക് ഈ പദ്ധതിക്ക് കുറേ കൂടി, കാരണം അത്രമാത്രം വലിയ ദുരിതമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ നടത്തുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും എത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി നമ്മൾ തന്നെ ഇവിടെ നിന്ന് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ സമയത്ത് 67 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ഉണ്ട്, ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി. അവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരുടെ സഹായം ഞാൻ തേടി. കാരണം നമുക്കിത് പരിചയമില്ല. അവരുടെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ അമീർ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെയും ചാരിറ്റി സംഘടനയുടെയും സഹായം തേടി. ഞങ്ങൾ 2 കൂട്ടരും, അതുപോലെ സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കളമശ്ശേരിയിലെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെയും സഹായം തേടി ഞങ്ങളെല്ലാവരും ചേർന്ന് MLAയുടെ നേതൃത്വത്തിൽ പുനർജനി എന്നുള്ളൊരു പ്രോജക്റ്റിന് ഞങ്ങൾ രൂപം കൊടുത്തു. സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ 200-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും തുടർച്ചയായി എല്ലാ പഞ്ചായത്തുകളിലും യാത്ര ചെയ്ത് അവർ ഡാറ്റ കളക്ട് ചെയ്തു. എത്ര നാശനഷ്ടത്തിൻ്റെ കണക്ക് ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ലാത്ത കണക്കാണത്. ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ഓരോന്നിനും ഉണ്ടായ കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ ഒക്കെ ഉണ്ടായ നഷ്ടപ്പെട്ടു പോയ പശുക്കളുടെ എണ്ണം വരെ ഞങ്ങൾക്ക് കൃത്യമായുണ്ട്. ഞങ്ങൾ ആ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ വ്യാപൃതരായത്. ഇതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പുതിയ മോഡലാണ്. ഈ പുനർജനിക്ക് ഒരു അക്കൗണ്ടില്ല. അതായത് ഞങ്ങൾ സ്വദേശത്തു നിന്നോ വിദേശത്തു നിന്നോ 1 രൂപ പോലും സംഭാവനയായി സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഞാൻ ഉദാഹരണമായി പറയാം. കേരളത്തിൽ പ്രളയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചത് ഞങ്ങളാണ്. 200-ഓളം വീടുകൾ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. ജനുവരി മാസത്തിൽ 200 വീടുകൾ ഞങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ 200 വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. ചിലത് 5.5 ലക്ഷം രൂപയുടെ വീടുകളുണ്ട്. ആ വീടുകൾ എങ്ങനെയാണ് 1 രൂപ സംഭാവന പോലും സ്വീകരിക്കാതെ വീടുകൾ ഉണ്ടാക്കിയത്? ഞാൻ തന്നെ നേരിട്ട് വലിയ വലിയ സംഘടനകളെ, പ്രസ്ഥാനങ്ങളെ, വ്യക്തികളെ എല്ലാം സമീപിച്ചു. അവരിൽ പലരും
ഞങ്ങൾക്ക് നേരിട്ട് വന്ന് വീടുകൾ നിർമ്മിച്ച് തന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്റ്റർ മെഡി ഹോംസ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീട് തന്നത് അവരാണ്. 25 വീടുകൾ. അത് സി ആസാദ് മൂപ്പൻ എനിക്ക് നേരിട്ട് തന്നതാണ്. ഈ പ്രോജക്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ട്രാൻസ്പറൻസി കണ്ട് തന്നതാണ്. അദ്ദേഹത്തിൻ്റെ ടീം വന്നിട്ടാണ്, ഞങ്ങളാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുത്തത്. ആ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് കൊടുക്കുക, അവരുടെ പേപ്പറുകൾ ശരിയാക്കുക, അവരുടെ ഭൂമിയെ സംബന്ധിച്ച രേഖകൾ ശരിയാക്കി, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. അവർ വീട് പണി പൂർത്തിയാക്കി തന്നു. അങ്ങനെ കൊച്ചിയിലെ റോട്ടറി ക്ലബ്ബുകൾ 80ഓളം വീടുകളാണ് പറവൂർ നിയോജകമണ്ഡലത്തിൽ ചെയ്തത്. എംഫാർ ഗ്രൂപ്പ്, ജോഷുവ മിനിസ്ട്രീസ്, മാർത്തോമ ചർച്ച്, ഫെഡറൽ ബാങ്ക്, DP വേൾഡ് തുടങ്ങി നിരവധിയായ സ്ഥാപനങ്ങൾ, കൊച്ചിയിലെ എല്ലാ റോട്ടറി ക്ലബ്ബുകളും പറവൂരിൽ വന്ന് വീടുകൾ നിർമ്മിച്ചു തന്നു. അപ്പോൾ അങ്ങനെ വീടുകൾ നേരിട്ട് നിർമ്മിക്കാൻ സംവിധാനമില്ലാത്തവർക്ക് ഞങ്ങൾ ചെയ്തത് ലോക്കൽ കോൺട്രാക്ടർമാരുടെ, കരാറുകാരുടെ ഒരു പാനൽ ഉണ്ടാക്കി. അവരെ ഈ പറയുന്ന സംഭാവന നൽകാൻ വരുന്ന, സഹായിക്കാൻ വരുന്ന ആളുകളുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ അവർക്ക് ആദ്യം കരാറുകാരന് 2 ലക്ഷം രൂപയുടെ ചെക്ക് അവർ കൊടുക്കും. അയാൾ പണി പൂർത്തിയാക്കി ഒരു ഘട്ടം കഴിയുമ്പോൾ അടുത്ത 2 ലക്ഷം കൊടുക്കും. പൂർത്തിയാകുമ്പോൾ 1 ലക്ഷം കൊടുക്കും. അപ്പോൾ പുനർജനിയുടെ അക്കൗണ്ട് അല്ല, പുനർജനി അതിൻ്റെ ഫെസിലിറ്റേറ്ററാണ്. അതായത് ഇത് സഹായിക്കാൻ വരുന്ന ആളുകളും ഗുണഭോക്താക്കളുടെയും ഇടയിൽ നിന്നുകൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട്, ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നതും ഞങ്ങൾ തന്നെ, ഡോണറെ കണ്ടുപിടിക്കുന്ന, സഹായിക്കാൻ വരുന്ന ആളുകളെ, സംഭാവന ചെയ്യാൻ വരുന്ന ആളുകളോട് വിവരങ്ങൾ പറഞ്ഞതും ബോധ്യപ്പെടുത്തി, പറവൂരിൻ്റെ ദുരിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഞങ്ങൾ തുടർച്ചയായി കേരളത്തിനകത്തും ഇന്ത്യയിലും പുറത്തും എല്ലാം യാത്ര ചെയ്ത് ഒരുപാട് പേരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ 200 വീട് പൂർത്തിയാക്കുന്നത്. ഇതുപോലെ തന്നെ കേരളത്തിൽ ഞാൻ പറയുന്ന ഒരു ഒറ്റ CPM MLA പോലും വീടൊന്നും വെച്ചിട്ടില്ല. അവർ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമാണ്. 200 വീടുകൾ പൂർത്തിയാക്കണമെങ്കിൽ 10 കോടിക്കും 11 കോടി രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. അത് ഒരു സംരംഭമാണ്, ഒരു MLAയുടെ നേതൃത്വത്തിൽ നടന്ന സംരംഭമാണ്, എല്ലാവരുടെയും സഹായത്തോടു കൂടി. മാത്രമല്ല 200-ലധികം വീടുകൾ ഞങ്ങൾ മെയിൻ്റനൻസ് നടത്തി കൊടുത്തു. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള തുക മുടക്കി വിവിധ ഏജൻസികളെ കൊണ്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ ആ വീടുകൾ, തകർന്നു കിടക്കുന്ന വീടുകളുടെ മെയിൻ്റനൻസ് നടത്തി കൊടുത്തു. അതിനുശേഷമാണ് കടകളിൽ വെള്ളം കയറി എല്ലാം തകർന്നിരിക്കുന്ന ആളുകൾ 1 രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം കൊടുക്കാത്തപ്പോൾ ഞങ്ങളവർക്ക് ചെറിയ നഷ്ടപരിഹാരം കൊടുത്തു. അതെങ്ങനെയാണ് കൊടുത്തത്? അത് പണമായിട്ടാണ് കൊടുത്തത്, ചെക്കായിട്ടാണ് കൊടുത്തത്. അത് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങൾ ഈ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ വോളണ്ടിയർമാർ ഓരോ പഞ്ചായത്തുകളും സഞ്ചരിച്ച് വെള്ളം കയറി നാശനഷ്ടമുണ്ടായ കടകളുടെ കണക്കെടുത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ശേഖരിച്ച് അവരുടെ ആധാർ കാർഡിൻ്റെയോ ID കാർഡിൻ്റെയോ കോപ്പി വാങ്ങിച്ച് സഹായിക്കാൻ വരുന്നവർക്ക് കൊടുത്തു. അവർ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരിൽ ചെക്കുകൾ എഴുതി ആ ചെക്കുകളുമായി ഇവിടെ വന്ന് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ സംഭാവന കൊടുക്കുന്നയാളും വാങ്ങിക്കുന്ന ആളുടെയും ഒരേ യോഗം വിളിച്ചു കൂട്ടി ഞങ്ങളിത് കൈമാറ്റം ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തികളും ചെയ്തത്. എത്രമാത്രം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. 600 ടണ്ണിലധികം അരി ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ വിതരണം ചെയ്തു. 125 ടണ്ണോളം പൾസസ്, അതായത് ചെറുപയറും കടലയും പരിപ്പും കൊടുത്തു. 60 ടണ്ണോളം റവ ഞങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങൾ തന്നെയായിരുന്നു ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്തും അതിനുശേഷവും ആളുകളുടെ ദുരിതത്തിൻ്റെ കൂടെ നിന്നു. സ്കൂളുകൾ 22 എണ്ണം തകർന്നുപോയി. അവിടെയുള്ള റിപ്പയർ സർക്കാരാണോ ചെയ്തത്? ഞങ്ങളാണ് റിപ്പയർ വർക്ക് ചെയ്തത്, പുനർജനി പ്രവർത്തകർ. അവിടെ തകർന്നു പോയ ലാബ് ഞങ്ങൾ ശരിയാക്കി കൊടുത്തു. പല സ്ഥലങ്ങളിലും ലൈബ്രറി ഞങ്ങൾ ശരിയാക്കി കൊടുത്തു. ലാപ്ടോപ്പുകൾ നഷ്ടപ്പെട്ടത് ഞങ്ങൾ വാങ്ങിച്ചു. ഇപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങളെ സഹായിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഞങ്ങളെ കൈത്തറി മേഖലയിലെ പുനരുദ്ധാരണത്തിന് വേണ്ടി സഹായിച്ചു. അങ്ങനെ പല സ്ഥാപനങ്ങളും ഞാൻ കൊച്ചിയിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കമ്പനികളും യൂണിയനുകളും ഞങ്ങളെ ധാരാളമായി സഹായിച്ചു. അവരെല്ലാം നേരിട്ടാണ് ഗുണഭോക്താക്കൾക്ക് സഹായം കൈമാറിയത്. അപ്പോഴാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് അവരുടെ തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ട് അവരുടെ ഉപജീവന മാർഗം പോയിരിക്കുന്നു. അപ്പം ഞങ്ങൾ എന്താ ചെയ്തത്? 1000-ഓളം തയ്യൽ മെഷീനുകൾ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വിതരണം ചെയ്തു. 12,000 രൂപയുടെയും 18,000 രൂപയുടെയും തയ്യൽ മെഷീനുകളാണ്, മോട്ടറുള്ള തയ്യൽ മെഷീനുകളാണ് കൊടുത്തത്. ഞങ്ങളെന്താ ചെയ്തത്? ഉഷ തയ്യൽ മെഷീൻ ഉണ്ടാക്കുന്ന ആളുകളുമായി ഞങ്ങൾ ധാരണയിലെത്തി, വില കുറച്ച് ബൾക്കായിട്ട് മേടിക്കാൻ. അപ്പം ഞങ്ങൾക്ക് 100 മെഷീൻ തരാൻ വരുന്ന ഒരാളോട് ഞങ്ങൾ ഉഷ കമ്പനിയുമായി ഞങ്ങൾ ബന്ധപ്പെടുത്തും. അപ്പോൾ 100 മെഷീൻ വാങ്ങിക്കേണ്ട പണം കൊണ്ട് 110 മെഷീൻ വാങ്ങിപ്പിക്കും. അവർ ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് തരും. ചെക്ക് തരാൻ പോകുന്ന ഡോണർ ഉഷ കമ്പനിക്ക് കൊടുക്കും. ഇവിടെ വന്ന് ഞങ്ങൾ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഈ ഡോണറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ തയ്യൽ മെഷീനുകൾ ഞങ്ങൾ വിതരണം ചെയ്തു. ഞാൻ നേരത്തെ കടകളുടെ കാര്യം പറഞ്ഞു. 2000-ലധികം കടകളാണ് മുങ്ങിപ്പോയതെന്ന് പറഞ്ഞു. ഇനി ഒരു 80 കടകൾ ഒഴിച്ച് ഈ നിയോജക മണ്ഡലത്തിൽ വെള്ളം കയറിയ മുഴുവൻ കടകൾക്ക് ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തു. ഒരാളെ കൊണ്ടല്ല, പലരെ കൊണ്ട്, പല സംഘടനകളെ കൊണ്ട്, പല പ്രസ്ഥാനങ്ങളെ കൊണ്ട്.
സ്കൂളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂളുകൾ നന്നാക്കി ഇതെല്ലാം ചെയ്തു. 9,000 കുട്ടികളെ ഇത് ബാധിച്ചു. ഞങ്ങൾ 9,000 കുട്ടികൾക്കും സ്കൂൾ ബാഗും സ്റ്റഡി മെറ്റീരിയലും കൊടുത്തു. 7,000 കുട്ടികൾക്ക് ഞങ്ങൾ യൂണിഫോം കൊടുത്തു. അതിനുശേഷമാണ് കുട്ടികൾ നോട്ട് ബുക്കില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടത്. ഞാൻ ബാംഗ്ലൂരിൽ പോയി അന്നത്തെ വ്യവസായ മന്ത്രി മലയാളിയായ KJ ജോർജിനെ കണ്ട് കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മൈസൂരിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമുണ്ട് നോട്ട് ബുക്ക് പ്രിൻ്റ് ചെയ്ത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറേ നോട്ട് ബുക്ക് വേണം. എത്ര വേണമെന്ന് ചോദിച്ചു. 1,00,000. ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്നും പിറ്റേ ദിവസം വെളുപ്പിന് ഇവിടെ എത്തി. 24 മണിക്കൂറിനകം മൈസൂരിൽ നിന്നും 1,00,000 നോട്ട് ബുക്കുകൾ കുട്ടികൾക്ക് എത്തി. നേരത്തെ 5 നോട്ട് ബുക്കുകളാണ് കുട്ടികൾക്കുണ്ടായിരുന്നത്. പ്രളയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 10 നോട്ട് ബുക്കുകൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തു. എല്ലാ സംവിധാനങ്ങളും സ്കൂളുകളിൽ പഴയതിനേക്കാൾ ഭംഗിയാക്കി ഞങ്ങൾ മാറ്റിക്കൊടുത്തു. അംഗൻവാടികൾ തകർന്നു പോയത് നന്നാക്കി പെയിൻറ്റ് ചെയ്ത് അവിടെയുള്ള കസേരയും അലമാരയും മേശയും വരെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പഞ്ചായത്തുകളിൽ ഇരിക്കാനുള്ള കസേര പോലും ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരിൽ നിന്നാണ് ഒരു സ്ഥാപനം എനിക്ക് 100 കസേര, നല്ല കസേരകൾ തന്നു. എൻ്റെ ഓഫീസിൽ പോലും അത്ര നല്ല കസേരയില്ല. അത്ര നല്ല കസേരകൾ ഞങ്ങൾക്ക് സർക്കാർ ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസുകളിലേക്കും ഈ സംഭവങ്ങൾ ഞങ്ങൾ കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ 2,000 പശുക്കൾ ഒഴുകിപ്പോയി. ബാക്കി കുറേ പശുക്കൾ ഇവിടെ നിൽക്കുന്നു. ആ പശുക്കൾ അവരെ കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന പാവപ്പെട്ടവർ കരച്ചിലായിരുന്നു. കൊടുക്കാൻ ഭക്ഷണമില്ല. ഞങ്ങൾ 50 ടൺ കാലിത്തീറ്റയാണ് സ്പോൺസർ ചെയ്ത് 25 കിലോ കാലിത്തീറ്റ വെച്ച് 2,000 പശുക്കൾക്ക് ഞങ്ങൾ കാലിത്തീറ്റ ഞങ്ങൾ കൊടുത്തത്. ഈ രീതിയിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ആശുപത്രികളിൽ മരുന്നില്ല. ഡൽഹിയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, പൂനെയിൽ നിന്ന് നമുക്ക് ബന്ധപ്പെടാൻ കഴിയാവുന്ന മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ മരുന്നുകൾ എത്തിച്ചു. സത്യത്തിൽ 1.5 കോടി രൂപയുടെ വിലപിടിപ്പുള്ള മരുന്നുകളാണ് പറവൂരിലെത്തിയത്. ഞങ്ങൾ നേരിട്ട് സംഭരിച്ച മരുന്നുകളാണ്. അതിനുശേഷം വിവിധ ആശുപത്രികളെ കൊണ്ട് ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും 1 മാസം തുടർച്ചയായി ക്യാമ്പുകൾ നടത്തിച്ചു. എറണാകുളത്ത് കാരണം ഒരു രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള, പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി. 200ഓളം ഡോക്ടർമാർ ക്യാമ്പ് ചെയ്താണ് ചെയ്തത്. മാത്രമല്ല ആളുകൾ ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ക്ലീൻ ചെയ്യാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു നിന്നും 10,000 വോളണ്ടിയർമാരാണ് ഇവിടെ എത്തിയത്. അവരെ മുഴുവൻ ഹോസ്റ്റ് ചെയ്തത് ഞങ്ങളാണ്. ഭക്ഷണമൊന്നും ചോദിച്ചില്ല അവർ, പക്ഷെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും മുഴുവൻ അറേഞ്ച് ചെയ്തത് ഞങ്ങളാണ്. ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഒന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ചിറ്റിലപ്പള്ളിയെ പോലുള്ള ആളുകൾ, ഏറ്റവും പാവപ്പെട്ടവർ, രോഗികളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഞങ്ങൾ 500ഓളം പേർക്കാണ് സ്പെഷ്യലായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ 10,000 രൂപ വീതമാണ് കൊടുത്തത്. ക്യാമ്പിൽ മരിച്ച ആളുകൾക്ക് പോലും ധനസഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞങ്ങൾ കൊടുത്തു അവർക്കെല്ലാം. ഓരോ ആളുകൾ വന്ന് അവരുടെ ചെക്കുകളാണ് ഞങ്ങൾ ആ കുടുംബത്തിന് ഞങ്ങൾ വിതരണം ചെയ്തത് ഓരോ തരത്തിൽ. അതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പിന്നെയും സ്പെഷ്യലായിട്ടുള്ള കിറ്റുകൾ വിതരണം ചെയ്തു. 12,000 രൂപ വിലയുള്ള കിറ്റുകൾ വരെ ചില സ്ഥാപനങ്ങൾ ഞങ്ങളുടെ പാർട്ട്ണറായ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി കൊണ്ടുവന്ന സംവിധാനങ്ങൾ ചെയ്തു. പിന്നീട് ഞങ്ങൾ ആ പ്രോജക്റ്റ് സ്കൂളുകളിൽ സോളാർ സംവിധാനങ്ങൾ കുറേ സ്കൂളുകളിൽ ഞങ്ങൾ ഉണ്ടാക്കി. പുതിയതായിട്ടുള്ള ഒരുപാട് പദ്ധതികൾക്ക് രൂപം കൊടുത്തു. കാരണം അതൊരു ആവേശമായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ തലത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം എത്തിയെന്നത് യാഥാർത്ഥ്യമാണ്. എനിക്കുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ മുഴുവൻ ഞാൻ ഉപയോഗിച്ചു. ഞാൻ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ആയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ബാംഗ്ലൂരിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് ലോഡുകൾ അയച്ചു, വരിയും പൾസസും ഒക്കെ അയച്ചു. കാരണം ഞാനിപ്പോൾ ഓർക്കുന്നു, തമിഴ്നാട്ടിൽ നിന്ന് MK സ്റ്റാലിൻ വരെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി 1 ലോഡ് മെറ്റീരിയൽ ഞങ്ങൾ അയച്ചു. വ്യക്തിപരമായ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചു. മലബാറിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കുത്തൊഴുക്കായിരുന്നു ഇവിടെ വന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട്. അവർ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഞങ്ങൾക്ക് സഹായവുമായിട്ട് വന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത ഒരു ബഹുമുഖ പദ്ധതിയാണ് പുനർജനി എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും അതിൻ്റെ പുറകെ കോവിഡ് വന്നു. ഞങ്ങൾ നിശ്ചലരായിരുന്നില്ല. കോവിഡ് വന്നപ്പോൾ കേരളത്തിൽ ആദ്യത്തെ പൊതു കിച്ചൺ ഞങ്ങളാണ് ഇവിടെ ആരംഭിച്ചത്. 2 മാസത്തോളം ഞങ്ങൾ ആ കിച്ചൺ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു. ആശുപത്രികളിലും മറ്റു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാം കൊടുക്കുന്ന സഹായം. ഞങ്ങൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാതെ വന്നപ്പോൾ കീമോതെറാപ്പി രോഗികൾ, ഡയാലിസിസ് പേഷ്യൻസ്, മാരകമായ രോഗം ബാധിച്ച ആളുകൾ, അവരെ തൃശ്ശൂരിൽ, എറണാകുളത്ത്, കൊടുങ്ങല്ലൂർ എല്ലാം എത്തിക്കുന്നതിന് വേണ്ടി 10 വാഹനങ്ങളാണ് ഞങ്ങൾ സൗജന്യമായി ഏർപ്പാട് ചെയ്തത്. ഞങ്ങൾ പാവപ്പെട്ട മുഴുവൻ ആളുകൾക്കും മരുന്നുകൾ ആ സമയത്ത് വിതരണം ചെയ്തു. ആരൊക്കെ മരുന്ന് ചോദിച്ചിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥാപനത്തിൽ മരുന്നുകൾ ചോദിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ സൗജന്യമായി ഞങ്ങൾ മരുന്നുകൾ എത്തിച്ചു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ആ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളിത് അവർ തന്നത്, ഈ മരുന്നുകൾ തന്നത്, അത് ഞങ്ങൾ അവിടെ എത്തിച്ചത്. അതിനുശേഷം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ ഇതൊരു പിന്നോക്കം നിൽക്കുന്നൊരു പ്രദേശമാണ്. പല വീട്ടിലും TV ഇല്ല, ടാബില്ല, സംവിധാനമില്ല.
അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാകുന്ന ആദ്യത്തെ നിയോജകമണ്ഡലം പറവൂരാകും. പുനർജനിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. 200ഓളം ടാബുകളും 300-ലധികം TV-കളും ഞങ്ങൾ വിതരണം ചെയ്തു. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്ത കേരളത്തിലെ ആദ്യത്തെ നിയോജകമണ്ഡലം എൻ്റെ പറവൂരാണ്. അത് പുനർജനി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് പഴയ TV കേടായി പോകുന്ന ചില കേസുകൾ വരുമ്പോൾ ആ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത്. മുഴുവൻ കുട്ടികൾക്കും ഞങ്ങളിത് കൊടുത്തു കഴിഞ്ഞു. ഏതെല്ലാം തരത്തിൽ, അതുപോലെ കോവിഡ് കാലത്ത് തളർന്നു കിടക്കുന്ന ആളുകളുള്ള വീടുകളിലേക്ക്, നിവർത്തിയില്ലാത്ത വീടുകളിലേക്കുള്ള കിറ്റുകൾ 5000-ഓളം കിറ്റുകൾ ഞങ്ങൾ വിതരണം ചെയ്തു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, സ്വദേശത്ത് നിന്നോ വിദേശത്ത് നിന്നോ 1 രൂപ പോലും സംഭാവന വാങ്ങിക്കാതെ, ഒരു അക്കൗണ്ട് ഇല്ലാതെയാണ്, കേരളത്തിലെ ആദ്യത്തെ മോഡലാണ്. നമുക്ക് പണം സ്വീകരിക്കാതെ തന്നെ നമുക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും. അർഹതയുള്ള ആളുകളെ കണ്ടെത്തി, അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി, അവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കി അവർക്ക് പരിഹാരം കാണണം. അതിന് സഹായം നൽകാൻ മനസ്സുള്ള നല്ല മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗത്തും ജീവിച്ചിരിപ്പുണ്ട്. നല്ല സംഘടനകളുണ്ട്. അവരെ കണ്ടെത്തി നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ പറയുക. അവർ നമ്മളെ സഹായിക്കും. അവർ വന്ന് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അവരാദ്യം നോക്കുന്നത് ഇതിൻ്റെ സുതാര്യത. 2 കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. ഒന്ന്, ഇത് കൃത്യമായിട്ടുള്ള ഒരാൾക്കാണോ, അർഹതപ്പെട്ട ആൾക്കാണോ കിട്ടുന്നത് എന്ന് അവർ ഉറപ്പുവരുത്തും. രണ്ടാമതായിട്ട്, അവരൊരു 1000 രൂപ ചിലവാക്കിയാൽ 1000 രൂപയും ഒരു ലീക്കേജും ഇല്ലാതെ ആർക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്തുമോ എന്നവർ പരിശോധിക്കും. ഈ 2 കാര്യത്തിലും ഞങ്ങൾ 100% വിജയമായതുകൊണ്ടാണ് എറണാകുളത്തെ റോട്ടറി ക്ലബ്ബുകൾ മുഴുവൻ ഞങ്ങളെ സഹായിക്കാൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ പ്രോജക്റ്റുകൾ പുതിയത് പ്രഖ്യാപിക്കുമ്പോഴും ആ പ്രോജക്റ്റുകളിൽ ഇപ്പോൾ ഞങ്ങൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് താലൂക്ക് ആശുപത്രിയിൽ ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ റോട്ടറി ക്ലബ്ബുകൾ ഇവിടെ വന്ന് നടത്തിയ പ്രവർത്തനം കണ്ടിട്ടാണ്. ഓരോന്നും ഞങ്ങൾ പറയും, ഞങ്ങൾ തയ്യൽ മെഷീൻ കൊടുക്കാൻ 100 എണ്ണം തീരുമാനിച്ചാൽ നിങ്ങൾ സ്ത്രീകൾ വന്ന്, സംഘടനയുടെ സ്ത്രീകൾ വന്ന് ആ വീടുകൾ പരിശോധിക്കാൻ പറയും. ആ സ്ത്രീകൾ പോയി പരിശോധിക്കും. അപ്പോൾ അവർ പറയും ഇത് ജെന്യുവിനാണ്, അർഹതപ്പെട്ട ആൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ആൾ വീണ്ടും തിരിച്ചുപോയി വീണ്ടും ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് ഓർക്കുകയും നമ്മളെ സഹായിക്കാൻ വരികയും ചെയ്യും. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞാൻ മാത്രമല്ല, എന്നോടൊപ്പമുള്ള മുഴുവൻ സഹപ്രവർത്തകരും വിശ്രമമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെയാണ്. സർക്കാരെല്ലാം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വഴിയിൽ ഉപേക്ഷിച്ച് പോയപ്പോഴും ഞങ്ങളത് മറക്കാതെ, ഈ പാവങ്ങളുടെ സങ്കടം മറക്കാതെ, ഞാൻ ഒറ്റപ്പെട്ട് ചെയ്ത സഹായങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, നിരവധിയായ ആളുകളെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ആ കാലത്ത് സങ്കടങ്ങളുമായി വന്ന ഒരാളും പിരിഞ്ഞു പോയിട്ടില്ല. എത്രയോ ആളുകളാണ് വന്ന് അവരെയെല്ലാം സഹായിച്ചത്. ഓരോ സഹായം, കുഞ്ഞുങ്ങളെ മുതൽ പ്രായമായ ആളുകളെ വരെയുള്ള വ്യക്തിപരമായ സഹായങ്ങൾ ഉൾപ്പെടെ. പിന്നെ ഒരു ചോദ്യം പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിയോജക മണ്ഡലത്തിന് പുറത്തൊരു പബ്ലിസിറ്റി കൊടുക്കാത്തത്? ഇതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നില്ലേ, ഇതൊരു മാതൃകയാകേണ്ടതല്ലേ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മറുപടി, നിങ്ങൾ ഇവിടുത്തെ സങ്കടങ്ങൾ കണ്ടിട്ടില്ല, കണ്ണീര് കണ്ടിട്ടില്ല, മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടില്ല. നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് രാത്രി വീട്ടിൽ പോയാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല മനുഷ്യൻ്റെ സങ്കടങ്ങൾ കണ്ട്. അപ്പോൾ ചെയ്തു തീർത്ത കാര്യങ്ങളെക്കാൾ ഏറെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ചെയ്തു തീർത്തത് ഒരുപാട് വലിയ പൊക്കി പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്ത കാര്യമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എനിക്ക് വലിയ തോന്നിയില്ല യഥാർത്ഥത്തിൽ. കാരണം ഇനിയും കുറേ കാര്യം ചെയ്യാൻ ബാക്കി നിൽക്കുന്നു എന്നുള്ള തോന്നലാണ് ഞങ്ങളെ എപ്പോഴും ഭരിച്ചിരുന്നത്. നിയമസഭയിൽ ആക്ഷേപം വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചോ, എൻ്റെ മറുപടിയുണ്ട്. ആ മറുപടി അടിവരയിട്ട് ഞാൻ ആവർത്തിച്ച് വീണ്ടും പറയുന്നു, പുനർജനി പദ്ധതിയെക്കുറിച്ച് ഏത് അന്വേഷണ ഏജൻസി വന്ന് അന്വേഷണം നടത്തിയാലും എങ്ങനെയാണ് പുനർനിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് എന്നതിൻ്റെ മോഡലാണ് പുനർജനി എന്ന് പറഞ്ഞ് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഈ സർക്കാരിന് അത് ഗുണപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം. ഈ പദ്ധതിയെ തകർക്കാൻ വിവാദങ്ങളുണ്ടാക്കി ഈ പദ്ധതിയെ തകർത്ത് ഞങ്ങളിനി പിന്നോക്കം പോകും എന്ന് വിചാരിക്കേണ്ട. ഈ പദ്ധതി നമുക്ക് നൽകിയ കുറേ അനുഭവങ്ങളുണ്ട്, കുറേ ആശ്വാസങ്ങളുണ്ട്, ഒരുപാട് പേരെ സാന്ത്വനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ കണ്ണീര് തുടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അത് നമ്മുടെ സാധാരണമായ രാഷ്ട്രീയ അതിപ്രസരത്തിനും അപ്പുറം രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണ്. അതാണ് പുനർജനി ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ്. ആ പുനർജനി തകർക്കാൻ ആരെയും ഞങ്ങൾ സമ്മതിക്കില്ല. പുനർജനിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുമായി സഹകരിച്ച
മുഴുവൻ ഡോണർമാരെയും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിന് അനുഗ്രഹങ്ങൾ നൽകിയ, ആശീർവാദങ്ങൾ നൽകിയ, സഹായവുമായി ഇവിടെ എത്തിയ, ഞങ്ങളുടെ മണ്ണിലെത്തിയ, കഴിഞ്ഞ 2 വർഷക്കാലമായി എല്ലാ ആഴ്ചയും ഇവിടെ എത്തുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്, റോട്ടറി ക്ലബിൻ്റെ എല്ലാം പ്രവർത്തകരുണ്ട്. അവരോടെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും അത് വലിയ കടപ്പാടാണ് എന്നും മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുമായി, ഈ പുനർജനി പദ്ധതിയുമായി ഇതുവരെ സഹകരിച്ച മുഴുവൻ ആളുകളോടുമുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.